ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മളിവിടെ താമസിക്കുന്നത് ദുബായിലാണ്. ദുബായിൽ റാസൽ ഖോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാസൽ ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന വീടുള്ളത്. ഇതൊരു 2 BHK അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഹോം ടൂർ ചെയ്യോ, കിച്ചൺ ടൂർ ചെയ്യോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഏതാണ്ട് 1 വർഷം ആവാൻ പോവുക. അപ്പം ഞാൻ പേഴ്സണലി എപ്പോഴും നമ്മൾ വീട് ഒരു റെൻറ്റഡ് ഹോമൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൗകര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, അത്യാവശ്യം വെളിച്ചമുണ്ടോ, ഇതൊക്കെ നമ്മൾ നോർമലി നോക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എത്രയൊക്കെ നമ്മൾ സൗകര്യമൊക്കെ നോക്കി ഒരു വീട് എടുത്തു കഴിഞ്ഞാലും അവിടെ താമസിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ വീട് നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ മനസ്സിന് ഇണങ്ങോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ടൊരു വീട്ടിലേക്ക് മാറുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പൈസ ചിലവാക്കിയിട്ടുള്ള സംഭവങ്ങളൊന്നും ആ വീട്ടിൽ ചെയ്യാറില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ കാര്യമായിട്ടുള്ള ഒരു ഡെക്കറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ വാളിലും അവിടെ ഇവിടെയൊക്കെ ഫിക്സ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ആ വീട്ടിൽ താമസം തുടങ്ങി കുറച്ച് നാൾ നിന്ന് ഏതാണ്ട് 1 വർഷമൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ അവിടെ എത്രത്തോളം നമുക്ക് ഓക്കെ ആവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ മനസ്സിന് ഓക്കെ ആയി കഴിഞ്ഞാലാണ് എന്തെങ്കിലും ചെറിയ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 വർഷം ആവാൻ പോണു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള മേക്ക് ഓവറുകളൊക്കെ കിച്ചണിലും ബാക്കി ഏരിയാസിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മേക്ക് ഓവർ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് അത് എങ്ങനെയായിരുന്നു മുമ്പുള്ള അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു കംപ്ലീറ്റ് ഹോം ടൂർ ആയിട്ട് തന്നെ ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല. കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ വീഡിയോസിൽ ഓരോ ഏരിയാസിൻ്റെ ചെറിയ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇപ്പം നമ്മുടെ വീട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറ്. മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഫൊയർ സ്പേസ് ആണ് ഉള്ളത്. ഈ ഫൊയർ സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കിച്ചണിലേക്കുള്ള ഡോറും റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു കോമൺ വാഷ്റൂമുമാണ്. ഈ ഒരു ഫോറസ്റ്റ് സ്പേസിൽ നമ്മൾ ഈ ഒരു ചെസ്റ്റ് ഡ്രോവറാണ് ഫർണിച്ചറായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റോറേജ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വോളിലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വോളൊക്കെ ചെയ്ത വീഡിയോ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു വലിയ വാൾ ഏരിയയാണ്. അവിടെ നമ്മൾ ഇതുപോലൊരു കൺസോൾ ടേബിളാണ് വെച്ചിട്ടുള്ളത്. അതും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺസോൾ ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ പഴയ വീട്ടിൽ TV സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തിരുന്നതാണ് കേട്ടോ. അതിനടുത്തായിട്ടാണ് നമ്മൾ പൂജാ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഷെൽഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫൊയർ സ്പേസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് സ്പേസും വരുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗം 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രിയാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ഹാളാണ് നമുക്കിവിടെ ഉള്ളത്. എല്ലാ അപ്പാർട്ട്മെൻറ്റുകളിലും കാണുന്ന പോലെ തന്നെ ലിവിങ് സ്പേസും ഒപ്പം തന്നെ ഡൈനിങ് സ്പേസും ഒന്നിച്ച് ഈ ഒരു ഹാളിൽ വരുന്ന രീതിയിലാണ്. ഇതാണ് നമ്മുടെ TV സ്പേസ്. TVയുടെ അടുത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്.
വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ചെറിയൊരു വാൾ മൗണ്ടഡ് ഷെൽഫ് കൊടുത്തിട്ട് കുറച്ച് ഡെക്കർ ഐറ്റംസും പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. TV സ്റ്റാൻഡിന് അടുത്തായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു ലാമ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് നമ്മുടെ TV സ്പേസ് ഉള്ളത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 3 സീറ്റർ സോഫയും പിന്നെ ഒരു എക്സ്ട്രാ സീറ്റിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കോഫി ടേബിളും സെൻറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് പ്ലാന്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ടേബിൾ വെച്ചിട്ട് കുറച്ച് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലിവിങ് റൂമിൻ്റെ വാളിൽ നമ്മൾ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു മ്യൂറൽ പെയിൻറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഐക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇത്. അപ്പം തന്നെ 6 ചെയറുകളും ഉണ്ട്. അതിനടുത്തായിട്ട് നമ്മൾ മാക്സിമം സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ ഒരു ക്രോക്കറി ഷെൽഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെസ്റ്റർ ഡ്രോവർ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മളൊരു ഷെൽഫിൽ കുറച്ച് പ്ലാന്റുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഏരിയാസൊക്കെ മാക്സിമം സ്റ്റോറേജ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വാൾ സ്പേസ് വരുന്നുണ്ട്. അവിടെ നമ്മൾ വലിയൊരു മിറർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മിറർ നമ്മുടെ പഴയ വീട്ടിൽ നമ്മൾ ഡ്രസ്സിങ് ഏരിയയിൽ യൂസ് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പുതിയത് മേടിച്ചപ്പോൾ ആ പഴയ മിറർ ഇതുപോലെ ഒരു യെല്ലോ കളർ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരു ഡെക്കർ പീസ് മാതിരി ആക്കിയതാണ്. അതിനടുത്തായിട്ട് നമ്മൾ പ്ലാന്റൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ഹുക്കുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെക്കർ പീസ് ആയിട്ടാണ് ഈ ഒരു മിററിനെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ആദ്യത്തേത് കുട്ടികളുടെ ബെഡ്റൂമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. വോളിൽ ജസ്റ്റ് 2 പിക്ചേഴ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ബെഡിനോട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയയിൽ 2 മക്കളുടെയും സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റഡി ടേബിളും മിഡിലായിട്ട് കുറച്ച് സ്റ്റോറേജ് ഏരിയയും. പിന്നെ ഒരു സൈഡിലായിട്ട് അവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് ഇപ്പുറത്തെ വശത്ത് ഒരു ചെറിയൊരു സൈഡ് ടേബിളും ഒപ്പം തന്നെ വലിയൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മിററിനോട് ചേർന്നിട്ടുള്ള ഏരിയ തന്നെയാണ് നമുക്ക് കബോർഡുകൾ വരുന്നത്. കബോർഡുകൾ ഈ വീട്ടിൽ ഓൾറെഡി ഉള്ളതായിരുന്നു. പിന്നെ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഇവിടെ അത് 2 ഒരു സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ട് ഒരു വശത്ത്. മറ്റു വശത്ത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഒരു കോർണറിലായിട്ട് തന്നെ നമ്മളൊരു വർക്ക് സ്പേസും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. തുണികളൊക്കെ കഴുകിയിടാനും ചെറിയ രീതിയിൽ കുറച്ച് പ്ലാന്റ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ ഉണ്ട്. ബെഡ്റൂമിലും നമ്മൾ ഒരു TV ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് താഴെയുള്ള ഏരിയകളൊക്കെ മാക്സിമം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ തന്നെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. അവിടെയാണ് നമുക്ക് കബോർഡ്സുകളെല്ലാം വരുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെ ഈ കാണുന്ന ഡോറാണ് നമുക്ക് ബെഡ്റൂമിൽ നിന്നുള്ള വാഷ്റൂം.
അതിന് തൊട്ടടുത്തായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ത്രെഡ്മില്ലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ കാര്യമായിട്ട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കുറച്ച് ഫാമിലി പിക്ചേഴ്സൊക്കെ നമ്മൾ ഈ ഒരു വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം സൗകര്യമുള്ള വലുപ്പത്തിലുള്ള ഒരു കിച്ചണാണ് ഇത്. മുകൾ വശത്ത് അത്യാവശ്യം കബോർഡുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഏരിയ. ഒരു എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. കിച്ചണിലും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വിൻഡോ ഉണ്ട്. കോർണർ ഏരിയയിലാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ്. പക്ഷെ നമ്മുടെ ഫ്രിഡ്ജ് വലുപ്പത്തിലുള്ളതായ കാരണം അതവിടെ വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ കബോർഡ് അവിടെ ഇട്ടിട്ട് ഒരു കൗണ്ടർ ടോപ്പ് ഏരിയ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിനോട് അടുത്തായിട്ട് തന്നെ നമ്മൾ വാട്ടർ ഡിസ്പെൻസറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ കിച്ചൺ ഏരിയ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് ഡീറ്റെയിലിങ്ങൊന്നും പോയിട്ടില്ല. തുടർന്നുള്ള നമ്മുടെ മേക്ക് ഓവർ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.